ഇത് വിയറ്റ്നാമിലേക്കുള്ള ട്രാവൽ വീഡിയോസാണ്. ഇതൊരു ട്രാവൽ ഗൈഡ് വീഡിയോ എന്നോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കണ്ട എളുപ്പമാവുന്നോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ നമ്മളെ ഫോണിൽ ചെയ്തിട്ടൊന്നും അത് പറ്റുന്നില്ല. അപ്പോൾ അതിന് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം യൂട്യൂബ് തന്നെയാണ്. അങ്ങനെ അതിലോട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഭാവിയിൽ കാണുമ്പോഴത്തേക്കും ഒരു വോയിസ് ഓവറൊക്കെ ഉള്ളപ്പോൾ അത് നമുക്കൊരു കേൾക്കാനും ഒരു രസമുണ്ടാവും. അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വരും തോന്നുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വരാം. വിയറ്റ്നാമിലോട്ട് ഇതെൻ്റെ രണ്ടാമത്തെ ട്രിപ്പാണ്. ആദ്യം ഞാനൊരു പ്രാവശ്യം പോയത് വിയറ്റ്നാമിൽ തന്നെ ഒരു ഐലാൻഡുണ്ട്, പൂക്കോക്ക് എന്ന് പറഞ്ഞിട്ട്. നല്ല ഐലാൻഡാണ്. ഒരു 8 ദിവസം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാം. അവിടെ ഞാൻ ഡൊണാങ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ട്രാവലിങ്ങിന് ഈസി ആവാൻ വേണ്ടിയിട്ട് അവിടെ നേരെ നാട്ടിലോട്ട് വന്നത്. ഈ പ്രാവശ്യം ഞാൻ ഒരു 12 ദിവസത്തേക്ക് വിയറ്റ്നാമാണ് വീണ്ടും തിരഞ്ഞെടുത്തത്. വിയറ്റ്നാം ഒരു നമുക്കൊരു ഒരു ടൂർ പാക്കേജിങ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ഒരിടത്തും നമ്മൾ പാക്കേജിങ് ഉപയോഗിക്കണമെന്നില്ല. ഒരു ട്രാവൽ ആൾക്കാർ ഉപയോഗിച്ച് യാത്ര ചെയ്യണമെന്നില്ല. നമുക്ക് സ്വന്തമായിട്ട് പോയാൽ മതി. സ്വന്തമായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് മൊത്തം സ്ഥലവും കവർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമ്മുടെ സ്വന്തം സ്ഥലത്തുനിന്ന് കുറച്ച് അപ്പുറത്ത് മാറിപ്പോകുമ്പോൾ തന്നെ ബസ്, അതിൻ്റെ റൂട്ട്, ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മറ്റൊരു രാജ്യത്ത് പോയിട്ട് അവിടുത്തെ ട്രാൻസ്പോർട്ടിങ് സെറ്റപ്പ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് കാര്യങ്ങളൊക്കെ. നമ്മൾ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്നതിനെക്കാട്ടി വളരെ ഈസിയാണ് നമുക്ക് മറ്റു രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൺലൈൻ ടാക്സിയും മറ്റ് ട്രാൻസ്പോർട്ട് സജ്ജീകരണങ്ങളൊക്കെ വളരെ സിമ്പിളാണ്, നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും സിമ്പിളാണ്. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വരുമാനത്തിൻ്റെ 25% നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി ഉപയോഗിക്കുക. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു വർഷം നമ്മളൊരു 10 ലക്ഷം രൂപ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ 2.5 ലക്ഷം രൂപ ഉപയോഗിക്കുക. നമ്മളൊരു വർഷം 1 ലക്ഷം രൂപയാണ് സമ്പാദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 25,000 സ്പെൻഡ് ചെയ്യുക. ആ 25,000-ന് കണക്കായിട്ടുള്ള സ്ഥലം സെലക്ട് ചെയ്യുക. നമ്മൾ 10 ലക്ഷം രൂപയാണ് നമ്മൾ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അതിന് കണക്ക് 2.5 ലക്ഷം രൂപയ്ക്ക് കണക്കായിട്ടുള്ള സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുക. എപ്പോഴും നമ്മൾ ഈ ഒരു പിക്നിക്കിന് പോകുമ്പോൾ പൈസ നല്ല രീതിയിൽ ഉപയോഗിച്ച് ഫാമിലി ആയിട്ട് പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ ഒരു ബാക്ക് ട്രിപ്പോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ആയാലും നമ്മുടെ ഫാമിലി ട്രിപ്പിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ വിയറ്റ്നാമിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഇത്ര രൂപ എന്ന് പറഞ്ഞില്ല. നിങ്ങൾ പാക്കേജ് എടുക്കുമ്പോഴുള്ള പൈസ തന്നെയാണ്. നമ്മൾ ഡയറക്റ്റ് പോകുമ്പോഴേ അതിൽ കുറച്ചേ വരത്തുള്ളൂ. പക്ഷേ നമ്മുടെ കയ്യിൽ കാശുണ്ടാവണം. നല്ല റൂമുകൾ താമസിക്കുക, നല്ല ട്രാൻസ്പോർട്ടിങ് തിരഞ്ഞെടുക്കുക. ഇവിടെ ക്രാബ് എന്ന് പറഞ്ഞ ആപ്പൊക്കെ ഉണ്ട്, നല്ല സിമ്പിളാണ്. ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. ഫുഡിനൊന്നും വളരെ പേയ്മെൻറ്റൊന്നും പൈസ ഒന്നും ആവില്ല. പിന്നെ നല്ല നല്ല കഫേകളുണ്ട്. ഹോച്ചിമിൻ സിറ്റിയിലൊക്കെ നല്ല കഫേ ഉണ്ട്. എല്ലായിടത്തും വിയറ്റ്നാം പൊതുവെ കഫയ്ക്ക് ഭയങ്കര മുൻതൂക്കം കൊടുക്കുന്ന രാജ്യമാണ്. അങ്ങനെ നമ്മൾ കൊച്ചിൻ എയർപോർട്ടിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ ഈ പ്രാവശ്യം വന്നേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കോയമ്പത്തൂർ നിന്നാണ് സെലക്ട് ചെയ്തത്. അത് നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ലോക്കൽ ആപ്പൊക്കെ ഉപയോഗിച്ചാൽ മതി. ഗോബിഗോ അങ്ങനത്തെ ലോക്കൽ ആപ്പ്, എക്സിക്കോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. അത് കുറച്ചും കൂടെ സിമ്പിളാണ്. അതിലും കൂടെ എൻക്വയറി ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മതി. വിസ എടുക്കുമ്പോൾ എപ്പോഴും ഒരു ട്രാവൽസിനെ ഏൽപ്പിക്കുക. നമ്മൾ സാധാരണ കാശിനെക്കാട്ട് ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ. ട്രാവൽസിനെ ഏൽപ്പിക്കുക വിസ. ഇത് വിസയാണ്. മറ്റേ നമ്മൾ എംബസി ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ടുള്ള വിസയാണ്. വിസ നമ്മൾ ഇലക്ട്രോണിക്സ് വിസയാണ്. അത് നമുക്ക് ഉടൻ തന്നെ കിട്ടും. 1-2 ദിവസം കൊണ്ട് തന്നെ വിസ കിട്ടും. വിസ എടുത്ത് വരിക. വിയറ്റ്നാം വിസ നിർബന്ധമാക്കിയ രാജ്യമാണ്. വിസ എടുത്ത് വരിക. റിട്ടേൺ ടിക്കറ്റ് എടുക്കുക. നമ്മൾ ഡമ്മി ടിക്കറ്റ് അങ്ങനെ എടുക്കാതെ എവിടെ ട്രാവൽ ചെയ്താലും നിങ്ങൾ കുറച്ച് വൃത്തിക്ക് യാത്ര ചെയ്യുക. റിസ്ക് കഴിയുന്നതും മാറ്റിവെക്കുക. റിട്ടേൺ ടിക്കറ്റ് എടുക്കുക. റൂം ബുക്കിംഗ് വന്നിട്ട് നമ്മൾ 3-4 ദിവസമൊക്കെ എടുത്തിട്ട് പിന്നെ മാറി എടുത്താൽ മതി. ഫുള്ള് റൂം എടുത്തു. കാരണം നമ്മൾ അവിടെ നിന്ന് ഉദ്ദേശിച്ച് ഇനി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുന്ന സ്ഥലം ഒരു ഹാപ്പിനെസ് സെൻറ്ററോ അല്ലെങ്കിൽ ഒരു എപ്പോഴും ആഘോഷമായിട്ടിരിക്കുന്ന സ്ഥലമായിരിക്കില്ല, നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് റൂമൊക്കെ ചേഞ്ച് ചെയ്യാം. നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി. പിന്നെ വന്നിട്ട് നമ്മുടെ ഈ പൈസയുടെ ഉപയോഗം, അത് നമ്മൾ സാധാ കാർഡ് തന്നെ ഇൻ്റർനാഷണൽ കാർഡ് ആക്കിയാൽ മതി. നമ്മൾ കാശ് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് മാറ്റുന്നില്ല. കാർഡ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ഒക്കെ നല്ലത്. ഇൻ്റർനാഷണൽ ആക്കിയാൽ മതി കാർഡ്. പിന്നെ കുറച്ച് ഇന്ത്യൻ മണി വെച്ചിരിക്കുക. കുറച്ച് ഗോൾഡ് നമ്മൾ തൊണ്ടെങ്കിൽ നാട്ടിലെങ്കിലും ബാങ്കിൽ മുത്തൂറ്റ് പോലത്തെ ബാങ്കിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് നമുക്ക് പ്ലാൻ ABC ഒക്കെ വെച്ചേക്കുക. നമ്മളൊരു പിക്നിക്ക് വരുന്നതുകൊണ്ട് നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക, എടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൈസയുടെ ബുദ്ധിമുട്ട് വരരുത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. മുത്തൂറ്റിലൊക്കെ നമുക്ക് ഗോൾഡ് കൊണ്ട് വെച്ചാൽ നമുക്ക് 10,000 രൂപ ഗോൾഡ് വെച്ചാൽ മതി. എന്നിട്ട് അവിടുത്തെ ഒരു ലോൺ
ആക്കിയതിന് ശേഷം നമുക്ക് നാട്ടിൽ വന്നിട്ട് നമുക്കിവിടെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് പൈസയുടെ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്നുകൊണ്ട് തന്നെ ലോൺ ടോപ്പ് ഒക്കെ ചെയ്യാം. അപ്പോൾ എടുത്തു ചാടി വരാതെ നമ്മൾ ഫാമിലിയായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കി വരിക. ഇവിടെ സുരക്ഷിതമാണ്, എല്ലാ രാജ്യങ്ങളും സുരക്ഷിതമാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് ഫാമിലിയായിട്ട് വരുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഈ പാക്കേജിൻ്റെ കാര്യത്തിലോട്ട് പോകും. പാക്കേജും ഈ വരുന്നതും തമ്മിലും വളരെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ കുട്ടികളും കൊണ്ട് വരുമ്പോൾ ഇങ്ങനത്തെ രാജ്യങ്ങൾ നമ്മൾ വരുമ്പോൾ തന്നെ അവിടെ വന്ന് യാത്ര ചെയ്യുക, നമ്മൾ അവിടുത്തെ ബസ് ഉപയോഗിക്കുക, അവിടുത്തെ സാഹചര്യങ്ങൾ ഉപയോഗിക്കുക. രാത്രി നമുക്ക് എത്ര സമയം വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും നടക്കാം, എപ്പോൾ വേണമെങ്കിലും റൂമിൽ നിന്ന് കയറാം, എപ്പോൾ വേണമെങ്കിലും എണീറ്റാൽ മതി. മറ്റത് അങ്ങനെയല്ല, ഒരു 5-6 ദിവസം ഉണ്ടാവും. രാവിലെ ഒരു 8 മണിക്ക് ഏൽക്കും, പിന്നെ നിങ്ങൾ എവിടെ നിൽക്കണം, എപ്പോൾ നിൽക്കണം, എങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകണം. ആകെ ഒരു 6-7 ദിവസം നമ്മൾ ആകെ ക്ഷീണിച്ചു പോകും പാക്കേജ് ട്രിപ്പിൽ. ഇത് അങ്ങനെയല്ല, നമ്മൾ റിലാക്സ് ആകാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളൊരു പിക്നിക്കിനൊക്കെ പോകുന്നത്. അല്ലാതെ ഒരുപാട് ഈ കാഴ്ച എല്ലായിടത്തും സെയിം തന്നെയാണ്. വേറെ ചെറിയ ചെറിയ ഈ ഭൂമിയിലായിട്ടുള്ള അത്ഭുതങ്ങളല്ലാതെ ബാക്കി കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ ഒരു സന്തോഷമാണ് ഫാമിലിയായിട്ട് യാത്ര ചെയ്യുക, മറ്റു രാജ്യത്ത് പോവുക. നമ്മുടെ ബിസിനസ്സിൽ അച്ചീവായ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ആത്മവിശ്വാസം, നമ്മുടെ ഫാമിലീസിനെ 1-2 രാജ്യങ്ങൾ കാണിക്കുക, നമ്മളെ കുട്ടികളെ കൊണ്ട് കാണിക്കുക. ഇത് പറയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ കുറച്ച് രാജ്യങ്ങൾ പോകുമ്പോൾ ഞാൻ ഈ വീഡിയോയിൽ മൊത്തത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പോകുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കേരളമായിട്ട് കമ്പയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കേരളം എങ്ങനെ മാറും? ഞാൻ ഒരു വ്യവസായമൊക്കെ നടത്തുന്ന ആളാണ്. അപ്പോൾ കേരളം നമുക്ക് മാറണം, എങ്ങനെ മാറണം? ഇത് ഈ വീഡിയോ കണ്ടെന്നോ അല്ലെങ്കിൽ 5-6 പേര് വീഡിയോ ചെയ്ത് പറഞ്ഞാൽ മാറത്തില്ല. പക്ഷേ നമ്മൾ കഴിയുന്നത് ഓരോരുത്തരും അങ്ങനെ പറയുക. പുറത്ത് പോയി വന്നിട്ട് ഒരാൾ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെയാണ് നമുക്ക് നടക്കുന്നത്, ഇങ്ങനെയാണ് പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ, ഇങ്ങനെ 10 പേരെടുത്ത് പറയുമ്പോഴത്തേക്കും ആ 10 പേരിൽ 2 പേര് കേട്ടാൽ മതി. നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങുമ്പോൾ ആ 2 പേര് സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് മെയിൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിയറ്റ്നാമിൻ്റെ ഒരു 6-7 എപ്പിസോഡായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ വലിയ ഒരു ക്വാളിറ്റിയൊന്നും ഉണ്ടാവില്ല വീഡിയോയിൽ. ആദ്യമായിട്ടാണ് ഈ ഫീൽഡിലൊക്കെ, അതുകൊണ്ട് വലിയ നിലവാരമൊന്നും ഉണ്ടാവില്ല. ഉപയോഗിക്കുന്ന ഫോണിൻ്റെ ഒരു നിലവാരത്തിൽ കിട്ടിയാലായി. എനിക്ക് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാനൊന്നും അറിയാമെന്നുള്ള ഒരാളല്ല. അപ്പോൾ വീഡിയോ ഇന്ന് മുതൽ അപ്ലോഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ വിയറ്റ്നാമിൽ നിന്നുകൊണ്ട് എനിക്ക് അറിയാമെന്നുള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വീഡിയോ ഒക്കെ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ വീഡിയോയും ബാക്കിക്കൊണ്ടൊരു സൗണ്ടും എനിക്ക് ഭാവിയിൽ കാണാനും നമുക്കൊരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ കഴിയുന്നതും നമ്മുടെ നല്ല വീഡിയോസ്, നല്ല ഫോട്ടോസ് അതൊക്കെ നമ്മൾ യൂട്യൂബിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ, ചാനലുണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് ഭാവിയിൽ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കത് ഓപ്പൺ ചെയ്യാൻ കാണാം. ഇപ്പോഴത്തെ ഫോണിലൊക്കെ നമുക്ക് ഇത്ര GB കഴിഞ്ഞാൽ പിന്നെ അതിനടുത്ത് മാറ്റി, പിന്നെ പെൻഡ്രൈവ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. ഞാൻ പെൻഡ്രൈവ് എടുത്തിട്ടു. ആ പെൻഡ്രൈവ് പിന്നെ ഞാൻ ഓപ്പൺ ആക്കിയപ്പോൾ അതിൽ വൈറസ് ആയിട്ട് ഓപ്പൺ ആകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് യൂട്യൂബിലോട്ട് ഇതൊക്കെ അപ്ലോഡ് ചെയ്യാം. അവിടെ നമുക്കൊരു ഒരു പ്ലാറ്റ്ഫോമായിട്ട് കിടന്നോളും. ഏത് സമയത്ത് ഏത് രാജ്യത്ത് ഇനി ആരൊക്കെ വേണമെങ്കിലും, ഇപ്പോൾ എൻ്റെ മോൾ വലുതായിട്ട് മോൾക്ക് ഇപ്പോൾ പുറത്തുനിന്ന് കാണാം, നാട്ടിൽ നിന്ന് വൈഫിൻ്റെ സ്ഥലത്ത് നിന്ന് കാണാം, എനിക്ക് കാണാം, റിലേറ്റീവ്സിന് കാണാം. അതിന് പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബിനെ ഒരു ചാനലായിട്ടോ ഒരു വരുമാന മാർഗ്ഗമായിട്ടോ അങ്ങനെയൊന്നും നമ്മൾ കാണണ്ട. നമുക്കൊരു പ്ലാറ്റ്ഫോം, നമ്മുടെ വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ വയ്ക്കുക, ഒരു സെർവർ, അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ വിയറ്റ്നാമിലേക്കുള്ള ഡീറ്റെയിൽസാണ് പറയുന്നത്. നമ്മൾ കൊച്ചിൻ എയർപോർട്ടിൽ നിന്നാണ് ഞാൻ തിരിച്ചത്. അപ്പോൾ എയർപോർട്ട് സാധാ നമ്മുടെ കൊച്ചിൻ എയർപോർട്ടാണ്, കുറച്ച് നിലവാരമുള്ള എയർപോർട്ടാണ്. അവിടെ നേരെ ഡൽഹിയിലാണ്. ഡൽഹിയിൽ നിന്നാണ് എല്ലാ ഫ്ലൈറ്റുകളും പോകുന്നത്. നമ്മളിപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് പോയാലും കൊച്ചിയിൽ നിന്ന് പോയാലും കണ്ണൂരിൽ നിന്ന് പോയാലും ഡൽഹിയിൽ നിന്നാണ് ഹോച്ചിമിൻ സിറ്റിയിലോട്ടുള്ള ടൂറ്. ഹോച്ചിമിൻ സിറ്റി കുറച്ച് യുദ്ധസംബന്ധമായിട്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഫുൾ ടൂറിസം ആയിട്ട് ഭയങ്കര വൈബ്രൻ്റ് അല്ല. നമ്മൾ കുറച്ച് പഴയ യുദ്ധം ചെയ്തതും അമേരിക്ക യുദ്ധം ചെയ്തതും പിന്നെ അവിടെ യുദ്ധ ആയുധങ്ങളും, പിന്നെ എൻ്റെ ഓരോരുത്തർ ടൂറ് പോകുന്ന ഓരോരോ സ്റ്റൈലാണ്. എനിക്ക് ഇതിനെ മൊത്തത്തിൽ ഒപ്പിയെടുത്ത് വീഡിയോ ആക്കിയിട്ട് മൊത്തത്തിൽ കാണിക്കുക എന്നുള്ള ടാർഗറ്റല്ല. പിന്നെ എൻ്റെ വൈഫിനും കുട്ടിക്കൊക്കെ ഇങ്ങനെ മൊമെൻറ്റോസ്, പഴയ ബിൽഡിങ്ങുകൾ, പഴയ പ്രാചീന കാര്യങ്ങൾ, അങ്ങനത്തെ ഒന്നും അവർക്ക് താല്പര്യം തന്നെയില്ല. അവർക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തതായിട്ട് ഞാൻ ഇങ്ങനെ ഓരോ ബുദ്ധൻ്റെ ക്ഷേത്രം കാര്യങ്ങളൊക്കെ കാണാണ്ടി പോകാൻ വേണ്ടി പറയുമ്പോൾ അവർക്ക് തീരെ താല്പര്യമില്ല. അവർക്ക് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ്, അപ്ഡേറ്റ് ആയിട്ട് എന്താണ് ഒരു ടൂറിസ്റ്റ് ഏരിയയിലുള്ളത്, അതിനാണ് അവർ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആകുക. അതായത് അവർ ഫുഡ് സ്ട്രീറ്റിൽ പോവുക, പർച്ചേസ് ചെയ്യുക, ഡിഫറെൻറ്റ് പുതിയ ബിൽഡിങ്സ് കാണുക, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കാണുക, പുതിയ വാഹനങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ നോക്കുക. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ
പുതിയ ടെക്നോളജിയിൽ പുതിയ നിലവാരത്തിൽ പുതിയ അത്ഭുതങ്ങൾ എന്തുണ്ടോ അത് കാണാനാണ് അവർ ഏറ്റവും കൂടുതൽ ശ്രമിക്കുക. പഴയതിലോട്ടൊന്നും അവരങ്ങനെ പോലില്ല. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിനെ വളരെ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലാവാലോ, ഇതൊക്കെ നമ്മുടെ നാട്ടിലും ചെയ്യാലോ, നമ്മുടെ നാട്ടിൽ ഏറ്റവും സുഖമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ജില്ല, അതായത് ഇപ്പോൾ ഈ ടൂറിസമൊക്കെ കടൽ, മല, ഈ കായൽ അങ്ങനെ മൂന്നായിട്ടൊക്കെയാണ് കിടക്കുക. ഈ പിക്നിക്കിന് പോകുന്നവർക്ക് ഒരു 10 ദിവസം 12 ദിവസമാണ് നമുക്കൊരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് നാട്ടിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റുക. നമ്മൾ എത്രയൊക്കെ ബിസിനസ്സിനെ ഒരു 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 മിഷനറി ആക്കി മാറ്റിയാലും അതിൻ്റെ ഒരു സെറ്റപ്പ് മൊത്തം നമ്മൾ ഫുള്ള് ഓട്ടോമേഷൻ ആക്കിയാലും നമ്മുടെ ഒരു നിഴല് നാട്ടിലുണ്ടാവണം എന്നുള്ള എല്ലാ സ്ഥലത്തും ഉണ്ടാവണം. ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മളടുത്തുണ്ടെങ്കിൽ ആ തീരുമാനം എടുക്കുന്ന ആൾക്കൊരു ധൈര്യം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ട് നാട്ടിലുണ്ടാവുന്നത് നല്ലത് എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു 10-12 ദിവസമായിരിക്കും മാറിക്കാൻ പറ്റുക. അപ്പോൾ വിയറ്റ്നാം പോലൊരു സ്ഥലത്ത് നമുക്ക് അവിടെ എല്ലാ സ്ഥലത്തും സ്റ്റേറ്റിൽ പോയി വരണമെങ്കിൽ ട്രാൻസ്പോർട്ടിന് മാത്രം ഫുൾ വിമാനം ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് 4 ദിവസത്തോളം ട്രാൻസ്പോർട്ട് ചെയ്യാം. വിമാനം നമുക്ക് ട്രാവൽ ഈസി ആണെന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ആ ടൈം, എയർപോർട്ടിൽ നിൽക്കുന്നത്, എയർപോർട്ടിൽ പോകാനുള്ള ടൈം, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ 4 ദിവസത്തോളം നമുക്ക് ട്രാവലിംഗ് സമയമെടുക്കും. അങ്ങനെ നോക്കി വരുമ്പോൾ നമ്മളെ കോഴിക്കോട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഏറ്റവും സുന്ദരമായ സ്ഥലമാണ്. ഒരു സ്ഥലത്ത് ബീച്ചൊക്കെ ഒരുപാട് മാറാനുണ്ട്. നമുക്ക് നിർബന്ധമായിട്ട് എന്തും ആർക്കും ചെയ്യാമെന്നുള്ളൊരു പരിപാടി മാറണം നമുക്കത്. നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളൊരു 10 ലക്ഷം 20 ലക്ഷം രൂപയ്ക്ക് ഒരു ഹോട്ടൽ തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നിയമങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ബംഗാളികളെ ചൂസ് ചെയ്യുന്നു, ഏറ്റവും കുറഞ്ഞ ലേബർ കൊടുക്കുന്നു, ഏറ്റവും കുറഞ്ഞ കിടക്കാനുള്ള സാഹചര്യങ്ങളും ആ ലേബറിന് കൊടുക്കുന്നു. എന്നിട്ട് ആ ലേബറിനെ കൊണ്ട് ഏറ്റവും വൃത്തിഹീനമായ രീതിയിൽ ഫുഡ് ഉണ്ടാക്കി ഏറ്റവും ചീപ്പ് പ്രൈസിൽ കൊടുക്കുന്നു. നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇതിൻ്റെ ആവശ്യം എന്താണ്? നമുക്ക് നല്ല പ്രൈസിൽ നമ്മൾ നല്ല സാധനം ഉൽപ്പന്നം വിൽക്കുമ്പോൾ ആ നിൽക്കുന്ന സ്റ്റാഫുകൾക്കും ആ നിലവാരം കൊടുക്കുമ്പോൾ വൈകുന്നേരം കഴിഞ്ഞാൽ അവനും ഒരു കസ്റ്റമറാണ്, അവൻ്റെ ജോലി ടൈം കഴിഞ്ഞാൽ അവനും കസ്റ്റമറാണ്, അവൻ്റെ വീട്ടുകാരും കസ്റ്റമറാണ്. അപ്പോൾ നമ്മൾ കഴിയുന്നതും നമ്മുടെ ബീച്ച് സൈഡ്, ടൂറിസം ഓട്ടോമാറ്റിക് ഉണ്ടാകുന്നതല്ല. ടൂറിസം എന്ന് പറയുന്നത് അത് കൃത്രിമമാണ്. അത് അതിൻ്റെതായ നിയമവലിക്കൂടെയും അതിൻ്റെതായ ആ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒരു ശക്തിയാണ് ടൂറിസം. അതായത് എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ എല്ലാ ഫുഡ് സ്ട്രീറ്റിലും ഒരു 8 മണിക്ക് ഫുഡ് സ്ട്രീറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി അതിനോട് ചുറ്റിയുള്ള എല്ലാ ഏരിയയിലും ഹോട്ടൽ ക്ലോസ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ഈ ജനങ്ങളെ മൊത്തം ആ ഒരു ഏരിയയിൽ കൊണ്ടുവരും, ആ സ്റ്റേറ്റ് ആ ഏരിയ കൊണ്ടുവരും. അതുവരെ ട്രാൻസ്പോർട്ടിങ് ഉണ്ടാവുന്ന വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയ വാഹനങ്ങൾ റദ്ദ് ചെയ്യും. അവിടെ പിന്നെ കാൽനട യാത്രക്കാർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോ നിയമങ്ങൾ കൊണ്ടുവന്നാണ് ഓരോയിടത്ത് തിരക്കുണ്ടാക്കുന്നത്. ആ തിരക്കുണ്ടാവുന്നിടത്ത് അവിടെ പാട്ട് പാടാൻ ആളുണ്ടാവും, ഡാൻസ് കളിക്കാൻ ആളുണ്ടാവും, അവിടെ ഓരോരോ ആക്ടിവിറ്റീസിന് ആളുണ്ടാവും. അവർക്കൊക്കെ പൈസ കിട്ടും. അവിടെ ഫുഡ് പല രീതിയിൽ പല വെറൈറ്റി ഫുഡ് ഉണ്ടാവും. നമ്മുടെ പോലെ ബെറോട്ടയും ബീഫും അങ്ങനെ 1-2 ഫുഡിലല്ല തീരുന്നത്. ഇതാണ് ടൂറിസം ഉണ്ടാക്കിയെടുക്കുക. ടൂറിസം അതായത് ഞാൻ ഫസ്റ്റായിട്ട് ഒരു 5 വർഷം മുമ്പ് ആദ്യം ബാങ്കോക്കിലാണ് പോണത്. ബാങ്കോക്കിൽ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പട്ടായയിൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റുണ്ട്. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഞാൻ ഇങ്ങനെ കുറേ യൂട്യൂബ് വീഡിയോ എല്ലാം കണ്ടിട്ടാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോകുന്നത്. അപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ അവിടെ പോയി ഞാൻ ഇങ്ങനെ ഈ ബോട്ടിൽ കയറി നേരെ ഈ ബോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. 2 സൈഡ് കച്ചവടക്കാരൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങും. അവിടെ ഫ്രൂട്ട്സൊക്കെ വാങ്ങി അവിടെ നിന്ന് അത് കഴിക്കും. വീണ്ടും ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അത് രസമുണ്ട്. പക്ഷേ ഞാൻ താമസിക്കുന്നത് ഒരു പുഴയുടെ സൈഡിലാണ്, ചാലിയാറിൻ്റെ സൈഡിലാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തു വന്നപ്പോഴാണ് നോക്കുന്നത്, ഇതൊരു കോമ്പൗണ്ട് പോലെ കെട്ടിയിട്ട് അതിനകത്ത് വെള്ളം ഇട്ടേക്കുക. ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ സ്ഥലമാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. പണ്ട് കാലത്ത് തായ്ലാൻഡിൽ ബോട്ട് യാത്ര ചെയ്യുമ്പോൾ 2 സൈഡും കച്ചവടം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു മിനിച്ചറാണ് ഇപ്പോൾ അവിടെ ഉള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അപ്പോൾ ഇതുപോലെ കൃത്രിമമായിട്ടാണ് എല്ലാ ടൂറിസം ഉണ്ടാകുന്നത്. ടൂറിസം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വരുന്ന ഏറ്റവും വലിയൊരു തെറ്റായ ചിന്താഗതി എന്ന് പറയുന്നത് സെക്സും മദ്യവും അങ്ങനെയുള്ള കാഴ്ചപ്പാട്. നമ്മുടെ നാട്ടിൽ മാത്രമാണ് എല്ലാം മോശമായിട്ട് ഉപയോഗിക്കുക. ഇത് ബാക്കിയുള്ള രാജ്യങ്ങളിൽ ടൂറിസം ഇപ്പോൾ വിയറ്റ്നാം എടുത്ത് നോക്കുകയാണ്. വിയറ്റ്നാം നമ്മളെക്കാൾ കുടുംബപരമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പെൺകുട്ടികൾ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവരാണ്. ഞാൻ കാണുന്ന എല്ലാ സ്ഥലത്ത് ഷോപ്പ് നടത്തുന്നവർ എല്ലാ പെൺകുട്ടികളാണ്. അവർക്കുള്ള സപ്പോർട്ടിങ്ങാണ് ആളുകൾ ചെയ്തു കൊടുക്കുന്നത്. നല്ല രീതിയിൽ കുടുംബപരമായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഇത് കേരളമായിട്ട് കമ്പയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോസ്. അപ്പോൾ
നമ്മുടെ നാട് മാറണം. നമുക്ക് 5-10 ദിവസം കൊണ്ട് ഈ ടൂറിസം എന്ന് പറയണത് നമ്മുടെ നാട്ടിലെ ടൂറിസം എന്ന് കണക്കാക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് തന്നെ വന്ന് നിൽക്കാനുള്ള സ്ഥലമായിട്ടാണ്. അതായത് വൈകുന്നേരത്തേക്ക് ഇത് അല്ല ടൂറിസം എന്ന് പറയുന്നത് മറ്റ് സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് വരണം. അവർ ടൂറിസ്റ്റും നമ്മൾ അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ, നമ്മൾ അവരെ പൈസ എടുത്ത് നമ്മൾ ഹാപ്പിയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളായിട്ട് മാറണം ആ നാട്. എല്ലായിടത്തും നമ്മളവിടുത്തെ അമ്യൂസ്മെൻറ്റ് പാർക്ക് നോക്കിയാൽ പോലും അമ്യൂസ്മെൻറ്റ് പാർക്ക് വീഗാലാൻഡൊക്കെ ഭയങ്കര കേരളത്തെ ഏറ്റവും നമ്പർ 1 പാർക്ക് എന്നാണ് വീഗാലാൻഡിനെ കാണിക്കുന്നത്. പക്ഷേ ഞാൻ മറ്റു രാജ്യങ്ങളിൽ പോയിട്ടൊക്കെ വന്നതിന് ശേഷം വീഗാലാൻഡ് പോലെ ഒരു മോശം അമ്യൂസ്മെൻറ്റ് പാർക്ക് വേറെ ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ അവരാണ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ അവർ പറയാം ഇതാണ് നമ്പർ 1, നമ്മളാണ് ഭയങ്കര റൈഡ് കൊണ്ടോ ചെയ്യുന്ന ആൾക്കാർ. ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്ന് പറയണത് ഈ മറ്റ് രാജ്യങ്ങളൊക്കെ നമ്മൾ അതിലോട്ട് കയറി നമ്മളെ കൺട്രോൾ ചെയ്യണം. നമുക്ക് ആദ്യം ഒരു പേപ്പർ ഇന്ന സമയത്ത് ഇന്ന പ്രോഗ്രാം ഇതിങ്ങനെ നമ്മൾ ചാർട്ട് ചെയ്ത് കൊണ്ടുപോവുക. ഈ സഫാരി വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാങ്കോക്കിലൊക്കെ പാർക്കുണ്ട്. വിയറ്റ്നാമിൽ പൂക്കോക്കിൽ പാർക്കുണ്ട്, സൺവേൾഡിൻ്റെ വിൻവേൾഡ് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ജെന്നി ഹൈലൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്ക് അതിശയിച്ചു. അവിടെ ഡാൻസ് പ്രോഗ്രാമും അവരുടെ ആ മൊത്തവും അവിടെ നിങ്ങൾ സ്റ്റാഫിന് നമ്മൾ ആദ്യം ഏറ്റവും കൂടുതൽ നോക്കേണ്ട. അവർ നല്ല സാലറി കിട്ടുന്നുണ്ട്, അതുകൊണ്ട് വരുന്ന ആൾക്കാരുടെ അടുത്ത് അവർ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്. നമ്മളവിടെ അങ്ങനെയല്ല. ബംഗാളിയാണ് നമ്മുടെ ഓപ്ഷൻ. ഏറ്റവും കുറഞ്ഞ സാലറിയിൽ ആളെ കൊണ്ട് നിർത്തുക. അവൻ്റെ ജീവിതത്തിൽ കളറില്ല, പിന്നെ വരുന്നവരെ ഹാപ്പിയാക്കാൻ നിൽക്കുമോ. മൊത്തത്തിൽ നമ്മുടെ നാട്ടിൽ കുറേ മാറണം. അപ്പോൾ അതിനോട് ചേർത്തൊരു വീഡിയോ, പിന്നെ ഈ പോയ സ്ഥലങ്ങളൊക്കെ വീഡിയോ എടുത്ത് വയ്ക്കുക. നാളൊരു കാലത്ത് നമ്മൾ ഇവിടുന്ന് എല്ലാവരും മരിച്ചും എടുത്തൊക്കെ പോകുമല്ലോ. ആ പോകുന്ന സമയത്തും 10-50 വർഷം കഴിഞ്ഞ് എൻ്റെ മോൾ കൂടെ യാത്ര ചെയ്ത സമയത്തോ അന്ന് ഈ വീഡിയോസൊക്കെ ഇത്രയും ക്വാളിറ്റിയിൽ കിട്ടുന്ന മറ്റൊരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് തോന്നില്ല. ഈ എൻ്റെ യൂട്യൂബിൽ കിട്ടുന്ന കണക്ക് എൻ്റെ അറിവിൽ ചില മറ്റുണ്ടാവും. എൻ്റെ അറിവുള്ള കാര്യം ഞാൻ പറയുന്നത്, യൂട്യൂബിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി നാളെ എന്താ പറയുക ഈ സ്ഥിതിയിൽ എല്ലാ വീഡിയോസും നമുക്കതിന് കിട്ടും. അപ്പോൾ അതിന് കണക്കായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. നേരത്തെ ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ട്, ചെറിയ റീൽസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇങ്ങനൊരു ഇതിൽ ഞാൻ ചെയ്യാമെന്നുള്ളതിൽ നമ്മുടെ ഫുൾ ഡോക്യുമെൻറ്റ്സ് എടുത്ത് അതിലോട്ട് അപ്ലോഡ് ചെയ്തിടുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഈ വിയറ്റ്നാമിൽ ഈ 15 ഇവിടെ വന്നത് 14 5-ാം മാസം 2026 വന്നതാണ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇന്ന് 15 ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിയറ്റ്നാമാണ്. ഇപ്പോൾ ഹോച്ചിമിൻ സിറ്റിയിലാണ് നമ്മൾ വന്നത്. ഇന്നലെ ഹോച്ചിമിൻ സിറ്റിയിലെത്തി. നല്ല റൂമാണ് എടുത്തത്. ഞാൻ പോകുന്നിടത്തൊക്കെ നല്ല റൂം എടുക്കാൻ ശ്രമിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ് ഹോട്ടലിൽ. പക്ഷേ നമ്മളത് വലുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ താല്പര്യം കൊടുക്കാറില്ല. ഒരു 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 മണിക്കൊക്കെ 10 പോവില്ല, 10 മണിക്കൊക്കെ അത് ക്ലോസ് ആവും. പിന്നെ 10 മണി വരെ ഇരിക്കുന്നവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അരമണിക്കൂർ കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ഇതിന് വേണ്ടി നമ്മൾ 8 മണിക്കൊക്കെ ഇരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ 8 മണി എല്ലാ സ്ഥലത്തും നമ്മുടെ ഇന്ത്യ ബാക്കിലും മറ്റത് ഫ്രണ്ടിലാക്കി ടൈമിൽ വരാം, എന്തോ വീതിയിൽ ടൈമിൽ വരാൻ അയക്കണത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നേരെ പോയി ഫുഡ് കഴിച്ച്, അപ്പോൾ അവിടെ ഒരുപാട് ഐറ്റം ഉള്ളതുകൊണ്ട് ആ ഫുഡെല്ലാം വാരി കഴിച്ച് നേരെ തിരിച്ച് റൂമിൽ വന്ന് പിന്നെ നമ്മൾ അസ്വസ്ഥനാവും. പിന്നെ നമുക്ക് അവിടുത്തെ ഒരു പൂൾ ഉപയോഗിക്കാനോ മറ്റൊന്നിനും സാധിക്കില്ല. പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂർ കിടക്കാം. ഈ അരമണിക്കൂർ 1 മണിക്കൂർ 1.5 മണിക്കൂർ അങ്ങനെ പോകും. പിന്നെ നമ്മൾ പുറത്ത് ഉപയോഗിക്കാനോ നമുക്ക് ഫുഡിലൊന്നും നമുക്ക് ടേസ്റ്റ് ചെയ്യാനോ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കാനോ ഒന്നും തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുക്കുന്ന ഹോട്ടലൊക്കെ കുറച്ച് നല്ല ഹോട്ടൽസാണ് എടുക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ ഇൻക്ലൂഡ് ആയിരിക്കും. പക്ഷെ നമ്മളത് അങ്ങനെ എൻ്റർടൈൻ ചെയ്ത് അങ്ങനെ കഴിക്കലില്ല. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുക, കഴിയുന്നിടത്തോളം യാത്ര ചെയ്യുക. ഇപ്പോൾ കടം ഉള്ള ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അടുത്ത് കടമില്ല, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊരു വർഷം നമ്മളെ വരുമാനത്തിൽ നോക്കുമ്പോൾ ഒരു 1 ലക്ഷം രൂപ നമുക്ക് മാറ്റി വയ്ക്കാൻ പോകുന്നു. 25,000 നിർബന്ധമായിട്ട് നമ്മൾ സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഈ സന്തോഷത്തിന് വേണ്ടി ഉപയോഗിച്ച ആയുസ് കൂടുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ 25,000 ഉപയോഗിക്കുന്നത് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളായിട്ട് ഭാര്യയായിട്ട് ഓരോരോ നിമിഷങ്ങൾ അത് വളരെ മനോഹരമായിരിക്കും. മറ്റ് രാജ്യങ്ങൾ പോയാൽ തന്നെ ഈ സന്തോഷം കിട്ടണമെന്നില്ല. എല്ലാ സന്തോഷം തന്നെയാണ്. ഒരു 10 വർഷം മുമ്പേയൊക്കെ മുട്ടായി തെരുവ് വന്ന് ഒരു ജ്യൂസ് കുടിച്ചിട്ട് വീട്ടിൽ പോകുന്നതും സന്തോഷം തന്നെയായിരുന്നു. ഇന്ന് രാജ്യത്ത് പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് റൂമിൽ വരുമ്പോഴും സന്തോഷം തന്നെയാണ്. സന്തോഷം മാക്സിമം ഫാമിലിയോടുകൂടി. കാരണം
നമ്മുടെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന ആ ഒരു 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 പെൺകുട്ടി, അപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തില്ല, നമ്മുടെ ആ കാലത്തൊക്കെ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് പോയിട്ട് അവൻ എല്ലാം കൊണ്ട് കാണിച്ചിരുന്നു പറയുക. അപ്പോൾ നമ്മളെ അടുത്ത് വന്നതിന് ശേഷം ചില സാഹചര്യങ്ങളുണ്ട് നമുക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർ ഒരുപാട് ആഗ്രഹത്തോടു കൂടെയൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൽ വരുന്നത്. നമ്മൾ സാമ്പത്തികം കാണിച്ചു, പക്ഷെ നമ്മൾ പൈസ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുക, നമ്മൾ അവരെ കൊണ്ട് അവരെ ഹാപ്പിയാക്കുക, അവരെ സന്തോഷവാനാക്കുക, അവരെ ലക്ഷറിയിലാക്കുക, അവരെ ഏറ്റവും ലക്ഷറിയിലാക്കുക. അവർക്ക് ആഗ്രഹങ്ങൾ, നമ്മളെ കൊണ്ട് സാധിക്കുന്ന ആഗ്രഹങ്ങൾ. ഞാൻ കാണുന്ന പെൺകുട്ടികളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്, എൻ്റെ വൈഫ് ഒരു 10 വർഷം മുമ്പെയൊക്കെ ഒരു കല്യാണത്തിനോ മറ്റു കാര്യങ്ങളോ പോകുമ്പോഴത്തേക്കും അങ്ങനെ പ്രത്യേകിച്ച് പുതിയ സാരി വാങ്ങണമെന്നോ അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് എടുക്കണമെന്നോ അങ്ങനെയൊന്നും പറയാറില്ല. ഓൺലൈനിൽ വൃത്തിയുള്ളത് ഉപയോഗിച്ച് പോകലാണ്. അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീലായിട്ടില്ല. ഇങ്ങനെ ഒരു പുതിയ സാരി വാങ്ങണം അല്ലെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് എടുക്കണം അങ്ങനെയൊന്നും ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ജീവിതത്തിലൊരു ഉയർച്ചയൊക്കെ വന്ന് മാറ്റമൊക്കെ വന്നതിന് ശേഷം അവളിങ്ങനെ സാരിയും ജീൻസും അതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ജീൻസൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ജീൻസൊക്കെ ഇങ്ങനെ ഒരു മാസത്തിൽ 5ഉം 6ഉം 10ഉം ജീൻസൊക്കെ എടുക്കും. കാരണം ഇതിനെ ഞാൻ അമിത ചിലവെന്ന് പറയുന്നില്ല, ഇന്നെൻ്റെ ചിലവാക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ജീൻസ് എടുക്കലും ടീഷർട്ട് എടുക്കലും. അപ്പോൾ ഇത്രയും ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അന്ന് ഈ ആഗ്രഹങ്ങൾ ചെയ്താൽ എനിക്ക് ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ നമ്മളത് പറയാൻ പാടില്ല എന്നുള്ളതിൽ മാറി നിന്നാണ്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് കാശുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്നത് അവർക്ക് ചെയ്തു കൊടുക്കുക, കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക. കുട്ടികളെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, എൻ്റെ കാഴ്ചപ്പാടാണ് കേട്ടോ, അത് ശരിയാവണമെന്നില്ല. അവരെ ഒരു സ്കൂൾ സമയത്ത് 2 രൂപ 3 രൂപയ്ക്ക് നെല്ലിക്ക കച്ചവടം ചെയ്യാനല്ല പറയേണ്ടത്. അവർക്ക് ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും ലക്ഷറി കൊടുക്കുക. ഇതാണ് ജീവിതം. ഇത്രയും ലക്ഷറി ജീവിക്കുക. നിങ്ങളുടെ കാലം വരുമ്പോൾ നിങ്ങൾ ഇതിനേക്കാൾ അപ്പുറം ലക്ഷറി ജീവിക്കുക. അല്ലാതെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ദാരിദ്ര്യം പഠിക്കൂ, ഇത് ദാരിദ്ര്യമാണ് ജീവിതത്തിൽ ആവശ്യമുള്ളത്, നിങ്ങൾ ദാരിദ്ര്യത്തിൽക്കൂടെ മുന്നോട്ട് പോകും എന്ന് പഠിപ്പിക്കുകയല്ല. നമ്മൾ മാക്സിമം ലക്ഷറി കൊടുക്കുക. അവർ അത് കഴിഞ്ഞ് ഈ ലക്ഷറിയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതായത് ഇന്ന് എൻ്റെ ലൈഫിൽ ഒരു പൊടി ഇപ്പോൾ നിൽക്കുന്ന സ്റ്റെപ്പിന് താഴത്ത് വയ്ക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു ഫെയിലുവറോ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ലൈഫോ എനിക്ക് ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മോളും അതിൽ താന്നൊരു ലൈഫ് ചിന്തിക്കാൻ പറ്റില്ല. അവളെ ഒരു സമയം കഴിഞ്ഞ് തന്നെ അവൾ അതിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് കാര്യം ചെയ്യുക. ബാക്ക് ബെഞ്ചേഴ്സ് അല്ല വിജയിച്ചിട്ടുള്ളത്, ഫ്രണ്ട് ബെഞ്ചേഴ്സ് തന്നെ വിജയിച്ചിട്ടുള്ളത്. നല്ല രക്ഷകർത്താക്കളുടെ മക്കൾ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. മറ്റതുണ്ടാവും, ഒരു ചെറിയ ന്യൂനപക്ഷം ഉണ്ടാവുള്ളൂ. കൂടുതലും നമ്മൾ നോക്കിയാൽ മതി, എല്ലാ വിജയിച്ച ആൾക്കാരുടെയും രക്ഷകർത്താക്കൾ നല്ല ആൾക്കാർ തന്നെ ആയിരിക്കും. ഞാൻ അത് അങ്ങനെ പറഞ്ഞാൽ തെറ്റായിട്ട് വിചാരിക്കേണ്ട. ബാക്ക് ബെഞ്ചേഴ്സ് നമ്മൾ വെറുതെ ഇട്ട് തന്നെ പ്രോത്സാഹനം കൊടുക്കുന്നതാണ്. ബാക്ക് ബെഞ്ചേഴ്സ് എന്നല്ല, ഫ്രണ്ട് ബെഞ്ചിലുള്ള ആൾക്കാർ തന്നെയാണ് ജീവിതത്തിലെല്ലാം നേടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. വീഡിയോയുടെ ഒരു ബാക്കോർ സൗണ്ടൊക്കെ ഉണ്ടാവും, പിന്നെ അത് ഫുള്ള് കുറ്റം പറച്ചിലായിരിക്കും. നമുക്ക് വിയറ്റ്നാമിൽ യാത്ര ചെയ്യുമ്പോൾ ഉള്ള വിയറ്റ്നാം യാത്ര ചെയ്യണമെന്നൊന്നും നമുക്ക് ഗൈഡ് ലൈനൊന്നും വേണ്ട. നമുക്ക് അവിടെ നിന്ന് ട്രിപ്പ് അഡ്വൈസർ ഗൂഗിൾ സെർച്ച് ചെയ്യുക, മസ്റ്റ് വിസിറ്റ് നോക്കുക, അതിൽ അവരൊരു 10ഓ 15ഓ പറഞ്ഞിരിക്കുക. നമ്മൾ എടുക്കുന്ന റൂമിനോട് അടുത്ത് തന്നെ ആയിരിക്കും ഈ സ്ഥലമൊക്കെ. റൂം എടുക്കുമ്പോൾ റൂമിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ആപ്പ് വഴി എടുക്കുമ്പോഴത്തേക്ക് താഴെ പോകുമ്പോഴത്തേക്കും ഗൂഗിളിൻ്റെ ഇതുണ്ടാവും, ഗൂഗിളിൻ്റെ മാപ്പ് ഉണ്ടാവും. ആ ഗൂഗിൾ മാപ്പ് എടുത്ത് വെച്ച് നോക്കിയിട്ട് ആ ഗൂഗിൾ മാപ്പിൽ അട്രാക്ഷൻസ് ഉണ്ടാവും അതിൻ്റെ അടുത്ത്. അതിൽ ഇന്ന സ്ഥലങ്ങളാണ്. ഇതിൽ കഴിയുന്നിടത്തോളം സ്ഥലങ്ങൾ പോയി എത്താൻ നോക്കുക. എല്ലായിടും നിർബന്ധമായിട്ട് പോകണമെന്ന് നോക്കണ്ട, കഴിയുന്നിടത്തോളം പോവുക. അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് നോക്കുക, റിവ്യൂ നോക്കുക, അവിടെ പോവുക. ഒരു യാത്ര, അതിലൂടെ യാത്ര ചെയ്യും, അതിൻ്റെ കൂടെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുക, കുറച്ച് നടക്കുക. ഓരോരുത്തർക്കും ഓരോ മൂഡാണ് കേട്ടോ. എൻ്റെ മൂഡ്, എൻ്റെ ഫാമിലി മൂഡ് സെയിമാണ്. നമുക്കിങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ നിൽക്കുക. നമ്മൾ ചില പ്രൈം സമയങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു പാർക്കിലായിരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യണം. നമ്മൾ എല്ലായിടത്തും അമ്യൂസ്മെൻറ്റ് പാർക്ക് നമ്മൾ നിർബന്ധമാണ്. ഒരു രാജ്യത്ത് പോയ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് 1-2 അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകും. അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകുമ്പോഴത്തേക്കും വലിയ സൈസൊക്കെ ഉള്ള തടിയിലാണ്, പക്ഷെ കൊച്ചു പിള്ളേരുടെ സ്വഭാവത്തിലോട്ട് മാറും. ഏറ്റവും കൊച്ചുകുട്ടി എങ്ങനെയാണോ അതുപോലെയാണ് എൻ്റെ പെരുമാറ്റങ്ങളൊക്കെ. പിന്നെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും സന്തോഷങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സന്തോഷങ്ങൾ നമ്മളത് നല്ല രീതിയിൽ ആസ്വദിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. നമ്മുടെ സമ്പാദ്യം മാത്രമല്ല നമുക്ക് വേണ്ടത് എന്നും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വരുമാനം മൊത്തം ചിലവാക്കാൻ പറയുന്നതാണ്. നമുക്കൊരു 10 ലക്ഷം രൂപ ഒരു വർഷം നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയ
അതിൽ 2.5 ലക്ഷം രൂപ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. 7 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാം. 7 ലക്ഷം രൂപ നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾക്ക് സേവ് ചെയ്യാം. 10 ലക്ഷം രൂപ ഉണ്ടാകുന്ന ഒരാൾക്ക് 2.5 ലക്ഷം രൂപ ചിലവാക്കാൻ തുടങ്ങുന്ന ഒരു വിയറ്റ്നാം വന്നിട്ട് ഒരു 10-12 ദിവസം നിന്ന് വളരെ ആഘോഷമായ രീതിയിൽ, വളരെ നല്ല രീതിയിൽ എല്ലാ യാത്രകളും സ്വന്തം ടാക്സി, സ്വന്തം ലെവൽ പോയാൽ ഇതിനുള്ളിലേ വരുള്ളൂ. നമ്മുടെ അത് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാം. ബന്ധുക്കാർക്ക് കൊടുക്കാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി പോവാം, ഇതിൻ്റെ അകത്ത് വരുള്ളൂ. ഇനി നമുക്ക് 1 ലക്ഷം രൂപയാണ് നമ്മൾ മാസം വരുമാനം ഒന്നിച്ചുള്ളൂ. 25,000 രൂപ നമുക്ക് അവിടെ ഉണ്ടല്ലോ. നമുക്കൊരു മൂന്നാർ, ഊട്ടിയൊക്കെ പോകാമല്ലോ. മറ്റ് രാജ്യങ്ങളിൽ തന്നെ പോകണമെന്നില്ലല്ലോ. നമുക്കവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എല്ലാ സന്തോഷം തന്നെയാണ്. കഴിയുന്നിടത്തോളം ഓരോ സ്റ്റെപ്പാണ്. നമ്മൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഊട്ടി പോകും. അവിടെ നേരെ തന്നെ അടുത്ത രാജ്യങ്ങളിലോട്ട് പോകുന്നത്. എൻ്റെയൊക്കെ അങ്ങനെയാണ്. ഞാൻ ഊട്ടിയൊക്കെ ഇങ്ങനെ സ്ഥിരം പോയിക്കൊണ്ടിരുന്ന ആളാണ്. അവിടെ നിന്നാണ് നമുക്ക് മറ്റൊരു രാജ്യത്ത് പോകണം എന്നുള്ള ഇത് വന്നത്. അതുകൊണ്ട് കഴിയുന്നതും ഫാമിലിയോട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കാത്തവർ കുറവാണ്. ഇനി ചില മൈൻഡ് സെറ്റുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് പറയുന്നത്. ബാക്കി എല്ലാ ഫാമിലിയും ആണുങ്ങളെക്കാൾ കൂടുതൽ പെൺകുട്ടികളാണ് യാത്ര ചെയ്യുക. അപ്പോൾ നമ്മുടെ ഭാര്യയും കുട്ടികളെയും കൊണ്ട് നമ്മൾ കഴിയുന്ന യാത്ര ചെയ്യുക. സൗഹൃദങ്ങൾ ഒരു പ്രായം വരെ വയ്ക്കുക. അത് കഴിഞ്ഞാൽ അവർ മാറ്റി നിർത്തുക. സൗഹൃദത്തിന് നമുക്ക് അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താം. അല്ലാതെ നമ്മുടെ ട്രാവലിങ്ങിനും നമ്മുടെ ഹാപ്പിങ്ങിനും ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. അവർ ഈ സൗഹൃദത്തിൽ പോയി ഭയങ്കരമായിട്ട് ആഘോഷിച്ച് തിരിച്ചു വരുന്ന വീഡിയോ ഒക്കെ സ്റ്റാറ്റസാണ്. ഞാൻ സ്റ്റാറ്റസ് ഒരുപാട് വയ്ക്കുന്ന ആളാണ്, കാണുന്നുണ്ട്. ആ കാഴ്ചയിലൊക്കെ ഞാൻ അതിശയിക്കാറുണ്ട്. നമ്മളിങ്ങനെ പോയി ഹാപ്പി ആവുക, അത് ആ കുട്ടിയും ആ പാരൻസും ആ വൈഫും ഒക്കെ കാണുക. അവരെ ചില ആൾക്കാർ ചിലപ്പോൾ പോകാൻ മടിക്കുന്ന ഭാര്യമാരുണ്ടാവും. അങ്ങനെ ആയിരിക്കാം. അപ്പോൾ കഴിയുന്നത് ഭാര്യയും കുട്ടികളെയും കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുക. അത് എല്ലാ രാജ്യങ്ങൾ തന്നെ പോകണമെന്നില്ല. പിന്നെ വിയറ്റ്നാം പോലെയുള്ള രാജ്യത്ത് നിങ്ങൾക്ക് വന്ന് വലിയ ട്രാവൽ ഗൈഡ് വേണ്ട. ഇന്ത്യ ഒഴികെ വേറെ എവിടെ പോകാൻ ട്രാവലിങ്ങിൻ്റെ ആവശ്യമില്ല. കേരളം ഒഴിച്ച് വേറെ എവിടെ പോകാനും പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് മലേഷ്യയിൽ ആദ്യമായിട്ട് യാത്ര പോവുകയാണ്. ആദ്യമായിട്ട് യാത്ര പോവുക എന്ന് പറയുന്നത് വേറെ രാജ്യത്ത് ഞാനും പോയിട്ടില്ല. അപ്പോൾ ഞാൻ വൈഫിനെയും കുട്ടിയെയും കൊണ്ട് പോവുകയാണ്. എൻ്റെ മകൾ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കും, വളരെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കും. ഒരു വിദേശി എങ്ങനെ സംസാരിക്കുമോ ആ നിലവാരത്തിൽ തന്നെ എൻ്റെ മോള് ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോൾ അത് ആ സമയത്താണ് ഒരു 4 വർഷം 5 വർഷം 5-6 വർഷവും ആ സമയം. അപ്പോൾ മോൾക്കൊരു 11 വയസ്സൊക്കെ ആവുള്ളൂ ആ ടൈമിൽ. ആ സമയത്ത് തന്നെ മോള് വളരെ നല്ല രീതിയിൽ അവൾ ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോൾ ഞാൻ ജന്തിൻ ഹൈലാൻഡ് എന്ന് പറഞ്ഞിട്ട് മലേഷ്യയിൽ, അപ്പോൾ മോളാണ് എനിക്ക്, മോള് വൈഫും ഇതേപോലെ പാക്കേജ് ഒന്നും വേണ്ട, നമുക്കിങ്ങനെ പോവാം. അപ്പോൾ അന്ന് വൈഫ് ഇത് പറയാൻ കാരണം ഞാൻ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ്, ഇത് ടൈം ഒരുപാട് ആവുകയാണ്, ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാമെന്ന് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ പാക്കേജൊക്കെ ഇങ്ങനെ റേറ്റ് ചോദിച്ച് പിന്നെ വലിയ പൈസ ആവുമോ, ഇത് പോവാതായി പോവോ എന്നുള്ളതിൽ വൈഫ് പ്രോത്സാഹനം. അതായത് പാക്കേജ് ചോദിക്കണ്ട, നിങ്ങൾ ടിക്കറ്റ് നോക്കി നമുക്ക് ചെറിയ ഹോട്ടൽ താമസിക്കാം, ചെറിയ രീതിയിൽ പോവാം, പോയിട്ട് ഒരു 5-6 ദിവസം കൊണ്ട് തിരിച്ചു വരാം എന്നൊക്കെ ഉള്ളതിൽ നമ്മൾക്ക് പ്രചോദനം തരുമല്ലോ. അപ്പോൾ ആ ഇതിൽ ഞാൻ ഇങ്ങനെ പോയി, അങ്ങനെ മലേഷ്യയിൽ പോയി, മലേഷ്യയിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് ജന്തിൻ ഹൈലാൻഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു വിട്ടിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ നമ്മൾ പോവുകയാണ്. ഞാൻ താമസിക്കുന്ന റൂമിൽ നിന്നുണ്ട്. കോലാലംപൂരിൽ നിന്ന് ഒരു 10-30 കിലോമീറ്റർ ഉള്ളൂ ജന്തിൻ ഹൈലാൻഡ്. ഞാൻ അതിനുശേഷം മലേഷ്യയിൽ ഒരു 10-12 പ്രാവശ്യത്തോളം പോയിട്ടുണ്ടാവും. പിന്നെ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എപ്പോഴും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും എയർപോർട്ട് ടു എയർപോർട്ട് ഡയറക്റ്റ്ലി ഒറ്റ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാതെ, ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ വിയറ്റ്നാം വരണമെങ്കിൽ നമുക്ക് 3-4 ഓപ്ഷൻ ഉണ്ട്. ഞാൻ എല്ലാ സ്ഥലത്തും പോയതുകൊണ്ടാണ് ഈ പ്രാവശ്യം ആ ഓപ്ഷൻ എടുക്കാത്തത്. മലേഷ്യയിൽ നമ്മളവിടെ കോയമ്പത്തൂരിൽ നിന്ന് മലേഷ്യ പോവുകയാണെന്നുണ്ടെങ്കിൽ മലേഷ്യ ടിക്കറ്റ് വന്നിട്ടൊരു 9,000-10,000 രൂപയ്ക്ക് കോയമ്പത്തൂരിൽ നിന്ന് കിട്ടും. നമുക്ക് അവിടുത്തെ വിസ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 4-5 ദിവസം നമുക്ക് അവിടെ നിൽക്കാം. ഈ മലേഷ്യ എന്ന് പറയുന്നത് 4-5 ദിവസം കൊണ്ട് കണ്ടു തീർക്കാനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അതിൻ്റെ അകത്തുള്ള ഒരു 10-25 കിലോമീറ്ററിനകത്താണ് എല്ലാ ഡീറ്റെയിലും കിടക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് നേരെ ഈ വിയറ്റ്നാമിൽ വരാം. 7,000 രൂപയുള്ളൂ അവിടെ നിന്ന് വിയറ്റ്നാമിൽ വരാണെങ്കിൽ. അപ്പോൾ നമുക്ക് ലാഭമാണ്. ഇനി അതല്ല, ബാങ്കോക്കിൽ പോയിട്ട് ബാങ്കോക്കിൽ നിന്ന് വിയറ്റ്നാമിൽ വരാൻ ലാഭമാണ്. നമ്മളിനി അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ഹാനോയിൽ വന്നിട്ട് ഹാനോയിൽ നിന്ന് ചൈനയിൽ പോകാൻ ലാഭമാണ്. നമ്മൾ അങ്ങനെ കളക്ട് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ പഠിച്ചോളും. 1-2 ട്രാവൽ ചെയ്യുമ്പോൾ പഠിച്ചോളും. അതൊന്നും വലിയ കാര്യമായിട്ട് നോക്കണ്ട. ഇതൊക്കെ പഠിച്ചു പോകാനുള്ള തയ്യാറെടുപ്പ് അത് തന്നെയാണ്. ഒരു പ്രാവശ്യം പോയാൽ നിങ്ങൾ തീർച്ചയായിട്ടും, ഞാൻ 100% നിങ്ങളടുത്ത് പറയാം, ഒരു പ്രാവശ്യം ഫാമിലിയോടെ ട്രിപ്പ് പോയാൽ ചിലപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കും അവിടെ പോയി വൈഫ് താമസിച്ചിട്ടോ അല്ലെങ്കിൽ അത് മാറ്റില്ല ഇത് മാറ്റില്ല എന്ന് പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇന്ത്യൻ ഫുഡിന് വേണ്ടി വൈഫും കുട്ടികളൊക്കെ ആദ്യം ബഹളം വയ്ക്കും. അവർ ഇന്ത്യൻ ഫുഡ് വേണമെന്ന് പറയും. ഇവിടുത്തെ ഫുഡ്, ആ നാട്ടിലെ ഫുഡ് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കാം.
പക്ഷേ ഇത് പോവ അവർ ഒരു 2-3 ട്രിപ്പ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവർ ഒരു ടൂറിസ്റ്റായിട്ട് മാറും. സാധാരണ രീതി ജീവിച്ചിട്ടിരിക്കുന്ന ആൾക്കാർ ഒരു ടൂറിസ്റ്റായിട്ട് മാറും. ആദ്യ നാട്ടിലെ ഫുഡ്, അവിടുത്തെ ഏറ്റവും ലോക്കൽ ഫുഡ്, അവിടുത്തെ ജനങ്ങൾ കഴിക്കുന്ന ആഹാരം, അത് തന്നെ വരുന്നവരെയും ഇന്ത്യൻ ഹോട്ടലൊന്നും എൻ്റെ വൈഫൊന്നും ഇപ്പോൾ ചോദിക്കുന്നത് കേട്ടിട്ടില്ല. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വരുന്നവരെയും ഇന്ത്യൻ ഫുഡോ ഇന്ത്യൻ ഹോട്ടലോ നമ്മൾ പോകുന്നിടത്തൊക്കെ ഉണ്ടാവും, എല്ലായിടത്തും ഇന്ത്യൻ ഹോട്ടലൊക്കെ ഉണ്ടാവും. അതൊന്നും ചോദിക്കില്ല. ആ നാട്ടിൽ ടൂറിസ്റ്റായിട്ട് മാറും. അത് നിങ്ങളുടെ വൈഫും മാറും, നിങ്ങളുടെ കുട്ടികളും മാറും. ആദ്യത്തെ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും, അത് കഴിയുമ്പോൾ എല്ലാം മാറും. യാത്ര ചെയ്യുക എന്നുള്ള എല്ലാ സന്തോഷവാനായിട്ട് ജീവിക്കാൻ നോക്കുക. ഈ സന്തോഷം ഇങ്ങനെയും സന്തോഷമുണ്ടോ, മറ്റു രീതിയിൽ സന്തോഷമില്ലേ എന്ന് ചോദിക്കുന്നതൊട്ടൊന്നും എനിക്ക് ആൻസർ ഇല്ല കേട്ടോ. ഞാൻ ഈ പറയുന്നത് എൻ്റെ നിലവാരത്തിൽ നിന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ പോലെ ഉണ്ടാവുമല്ലോ കുറച്ച് പേര്, അവർക്ക് വേണ്ടി പറയുന്നതാണ്. അല്ലാതെ ഇത് ഇങ്ങനെ തന്നെയാണ് സന്തോഷം, അല്ലെങ്കിൽ ഇങ്ങനെയല്ല വീട്ടിലിരുന്ന് കഞ്ഞി കുടിച്ചാൽ സന്തോഷമില്ലേ എന്നൊക്കെ ചോദിക്കുന്നതായിട്ട് എനിക്ക് ആൻസർ ഇല്ല. അവരുടെ അടുത്തൊന്നും കാര്യങ്ങൾ പറയാൻ താല്പര്യമില്ല. ഞാൻ എന്നെപ്പോലെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സന്തോഷവാനായിക്കോട്ടെ എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഈ ജെന്തിങ് ഹൈലാൻഡിൽ നിന്ന് ഞാൻ രാത്രിയായി. അപ്പോൾ നമ്മൾ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ ഏകദേശ രാജ്യങ്ങളിൽ ടിക്കറ്റ് ബസ്സിലെടുക്കാനുണ്ടാവില്ല. സിംഗപ്പൂരാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ടിക്കറ്റിന് ഏറ്റവും നമ്പർ 1 രാജ്യമായിട്ട്. അതായത് നമ്മളെ ATM കാർഡ്, ലോക്കൽ നമ്മുടെ ബാങ്ക് ATM കാർഡ് ഉപയോഗിച്ച് ഇൻ്റർനാഷണൽ ആക്കണം. ആ ATM കാർഡ് വെച്ച് നമ്മൾ ഒരു ഡോറിൽ കൂടെ ഇന്നാകുമ്പോൾ സ്ലോപ്പ് ചെയ്ത് അകത്ത് കയറുക. നമ്മൾ അടുത്ത ഡോറിൽ കൂടെ ഇറങ്ങുമ്പോഴത്തേക്ക് സ്ലോപ്പ് ചെയ്യുക. അപ്പോൾ ആ കിലോമീറ്ററിന് അത്ര ടിക്കറ്റ് എടുക്കുള്ളൂ, ആ പൈസ എടുക്കുള്ളൂ. നമ്മുടെ വേറെ ആരും ചോദിക്കിടക്കണമൊന്നും ഉണ്ടാവില്ല. പിന്നെ നിലവാരത്തിൽ ഇന്ത്യ ഒഴികെ, പ്രത്യേകിച്ച് കേരളം പോലെ ഒരു വൃത്തിയട്ട ഭരണാധികാരികൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് വളരെ വിഷമമാണ്. പിന്നെ ഈ ഇത്രയും മോശമായിട്ടുള്ള ഒരു ബസ് നിലവാരം, ഒരു ബീച്ചിൻ്റെ അവിടെ ഒരു സിറ്റി ടൂർ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ വരുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരല്ല. അവർ എല്ലാവിധ ലക്ഷറിയും എല്ലാവിധ അപ്ഡേറ്റും AI വെച്ച് കോഫി ഷോപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഉള്ള നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അവർ വന്ന് നമ്മളെ പീക്രി 2 ആനയുടെ ഫോട്ടോയും വെച്ചുകൊണ്ട് നമ്മളിവിടെ ഭയങ്കര തറവാടികളാണ്, നമ്മുടെ ചോപ്പ് ബസ് എന്ന് പറയുന്നത് മറ്റേ ലണ്ടൻ ബസ്സിന് തുല്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ വിഡ്ഢികൾ ഇങ്ങനെ ബസ്സിട്ട് ഓട്ടിച്ചാൽ എന്താ ചെയ്യാൻ പറ്റുക? ഇതിലാരാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുക? ഈ വൃത്തി എന്ന് പറയുന്നത് ഒരു മെയിനാണ്. വൃത്തിയുടെ മീൻസ് നല്ല കൈ കഴുകുക എന്നുള്ളതല്ല വൃത്തി എന്ന് പറയുന്നത്. വൃത്തി നമ്മൾ ഇരിക്കുന്ന സീറ്റ്, നമ്മൾ നടക്കുന്ന, നമ്മൾ ബസ് കാണാൻ, ഇതൊക്കെ വേണ്ടേ? എന്തിനാണ് നമ്മളെ കളിയാക്കുന്നത് പോലെ ഇങ്ങനൊരു ബസ് എന്തിനാണ് ഇറക്കുന്നത്? സിറ്റി ടൂർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇവർ ഇറക്കുന്നത്? അതുകൊണ്ട് നമ്മളെ കേരളത്തിലെ ഭരണാധികാരികളെ കുറിച്ച് പറയണ്ട. കോവളത്തെ ഫുഡ് സ്ട്രീറ്റാണ്, കോഴിക്കോട് ഫുഡ് സ്ട്രീറ്റ് എടുക്കണം. അവിടെ ഒരാളുണ്ടാവും, അവിടുത്തെ ഏറ്റവും ലോക്കൽ, ഏറ്റവും വാക്കുകൾ വെച്ച മോശം, ഏറ്റവും ചീപ്പായിട്ടൊരു മനുഷ്യൻ, ഏറ്റവും മോശ നിലവാരത്തിലുള്ള ഒരാൾ. ആ മോശ നിലവാരത്തിലുള്ള ആൾ അവൻ്റെ കൈ കൊണ്ട് അവിടെ ഒരു കട എടുക്കുക, അവിടെ കുറച്ച് ബംഗാളികളെ വയ്ക്കുക. ആ ബംഗാളികളെ വെച്ചുകൊണ്ട് കാക്കമുട്ടയും കാടമുട്ടയും ഉള്ളിവടയും ഉണ്ടാക്കി CF ലാമ്പിൻ്റെ വെട്ടവും തൂക്കിയിട്ടുകൊണ്ട് ആൾക്കാരെ വിളിച്ചു നോക്കുക. ഇവിടെ വന്ന് കഴിക്കുന്ന ആൾക്കാർ വേറെ നിർവാഹമില്ല. അവിടെ നല്ല നിലവാരത്തിൽ ആ ഹോട്ടലിൽ കൊടുക്കുകയും അവിടെ നല്ലൊരു സീറ്റിംഗ് കപ്പാസിറ്റി ബീച്ചിൽ മൊത്തം ഇട്ട് കൊടുക്കുകയും അവിടെ വന്നിരുന്ന് കഴിക്കാൻ ഇതേ ആൾക്കാർ തയ്യാറാണ്. നമ്മൾ എത്ര കടമുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, എത്ര സാധാരണ അരിക്കട എന്നുള്ളത് എല്ലാം പോയി സൂപ്പർ മാർക്കറ്റായില്ലേ. ഈ ലുലുവിലും ഈ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങുന്നതൊക്കെ നമ്മുടെ തന്നെ അല്ലേ, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ തന്നെ അല്ലേ. നല്ല നിലവാരം ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? പക്ഷേ ഈ ബീച്ചിൻ്റെ അവിടെ ഇതല്ലാതെ മറ്റു മാർഗ്ഗമില്ല. ഇവരെ പോലത്തെ ആൾക്കാരാണ് നമ്മുടെ നാട്ടിനെ തുലയ്ക്കുന്നത്. ഇവരെ പോലത്തെ ആൾക്കാരും ഇവർ ഏതെങ്കിലും യൂണിയൻ ഉണ്ടാവും, ഏതെങ്കിലും പാർട്ടിയിലുണ്ടാവും. ഈ ആൾക്കാർക്ക് കട കൊടുക്കാൻ സമ്മതിക്കില്ല. പാളയം മാർക്കറ്റ് മാറ്റാൻ പറ്റാതെ ഇത്രയും കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ആ പാളയം മാർക്കറ്റ് മാറ്റി മറ്റൊരു സ്ഥലത്തോട്ട് മാർക്കറ്റ് മാറ്റാൻ പറ്റാത്ത ഗവൺമെൻറ് ഈ ടൂറിസ്റ്റിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ ട്രെൻഡ് എന്ന് പറയുന്നത് മസ്റ്റ് വിസിറ്റും ഏറ്റവും ട്രെൻഡ് മാർക്കറ്റുകളാണ്. അതായത് അവരുടെ സാധാരണ ആൾക്കാരുടെ ഈ തുണി വിൽക്കുക, ഫ്രൂട്ട്സ് വിൽക്കുക. സാധാരണ ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ, മാർക്കറ്റ് മീൻസ് നമ്മുടെ എൻ്റെ നാട്ടിൽ എടവളപ്പാറയിലൊരു മാർക്കറ്റുണ്ട്, മീൻ മാർക്കറ്റ്, പഞ്ചായത്തിൻ്റെ ഒരു മാർക്കറ്റാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും മാർക്കറ്റ് എപ്പോഴും ഗവൺമെൻറ് ആയിരിക്കുമല്ലോ.
അപ്പോൾ ആ എടവണ്ണപ്പാറയിൽ മീൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ആ വെള്ളം വരുന്ന സ്ഥലത്ത് ഒരു കുഴിക്കകത്താണ്. അത് മാർക്കറ്റ് ഇങ്ങനെ ഇരുന്നാൽ മതി. മാർക്കറ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ മൂക്ക് പൊത്തി പിടിച്ചുകൊണ്ട് സാധനം വാങ്ങുന്ന സ്ഥലമാണ്. അവിടെ മറ്റ് ആൾക്കാർ സന്തോഷമായിട്ട് നിൽക്കാൻ പാടില്ല. അതിൻ്റെ അകത്ത് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ആ നിലവാരം മതി. അവൻ ഈ രക്തത്തിലും ചെളിയിലും കിടന്ന് മതി. ഒരു മഴ പെയ്താൽ അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം കയറും. അതിൻ്റെ മേളിൽ